നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സ്പൈൻ സർജനാണ്. നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടാമോ? ഡോക്ടറെ, എനിക്ക് നടുവേദനയായി, ഞാൻ ഡോക്ടറെ കണ്ടു, എനിക്ക് ബെൽറ്റ് ഇടാൻ പറഞ്ഞു, ഇത് വേണമോ? ഇത് ഞങ്ങൾ സാധാരണമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ്. ഇതിൽ 2-3 വസ്തുതകളും ഫാക്ട്സും ഫിക്ഷനും ഉണ്ട്. നമ്പർ 1, നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടുന്ന ചികിത്സയല്ല. നടുവേദന വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വരുന്നു എന്നറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ടാമതായിട്ടാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ സാധാരണമായിട്ട് കാണുന്ന നടുവേദന ഭൂരിപക്ഷവും പോസ്റ്റുറൽ ബാക്കേക്കാണ്. അതായത് നടുവിൻ്റെ ഇംപ്രോപ്പർ പോസ്റ്റുറൽ മസിൽസ് കൊണ്ടുണ്ടാകുന്ന വേദനയാണ്. അതിന് പരിഹാരം ഒരിക്കലും ബെൽറ്റ് അല്ല. അതിന് പരിഹാരം നടുവിൻ്റെ പോസ്ചർ കറക്റ്റാക്കുകയും എക്സസൈസ് ചെയ്യുന്നുള്ളതാണ്. മറിച്ച് ഈ ബെൽറ്റുകൾ ഇതിന് വിപരീതമായിട്ട് ദോഷമുണ്ടാക്കും. ലോങ് ടേമായിട്ട് ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേശികൾക്ക് ബലക്ഷയം വരികയും അതുകൊണ്ട് ലോങ് ടൈം ക്രോണിക് ബാക്കേക്കായി മാറാം എന്നുള്ളത് പഠനങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് ഒരു വേദന വന്നു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്പ്ലിൻ ഇടുന്ന പോലെ, സപ്പോർട്ട് ഇടുന്ന പോലെ താൽക്കാലികമായിട്ട് എഴുപ്പം ബെൽറ്റ് യൂസ് ചെയ്യാം. ഒരിക്കലും ഒരു ലോങ് ടേം ക്രോണിക് ബാക്ക് പെയിന് ദീർഘകാലം ബെൽറ്റ് അല്ലെങ്കിൽ ബ്രേസ് ഉപയോഗിക്കരുത്. അത് അശാസ്ത്രീയമാണ്. എന്തൊക്കെയാണ് ഈ നടുവേദന ഡേഞ്ചറസ് ആണെന്ന് നമ്മൾ അറിയണം, അല്ലെങ്കിൽ ഇതിന് ഒരു ചികിത്സ നേടണം എന്ന് തോന്നാൻ വരാവുന്ന കാരണങ്ങൾ. 1, നടുവേദന അറ്റ് റെസ്റ്റ് ഉണ്ടാകുക. രാത്രി കിടക്കുമ്പോൾ വേദന ഉണ്ടാകുക, അതുകൊണ്ട് എണീക്കേണ്ട ആവശ്യം വരിക. അല്ല അതിൻ്റെ കൂടെ തന്നെ ബലക്ഷയം തോന്നുക, കാലിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, കാലിന് പെരിപ്പുണ്ടാകുക, മലം മൂത്രം വിസർജനം ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇത് ഒരു വൈദ്യസഹായം അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ട സിംറ്റംസാണ്. ഭൂരിപക്ഷം നടുവേദനയ്ക്കും ബെൽറ്റ് ഇടുകയോ സ്കാൻ എടുക്കുകയോ എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെപ്പോഴും ആവശ്യം ഒന്ന് കറക്റ്റായിട്ട് പരിശോധിച്ച് അതിൻ്റെ കാരണം മനസ്സിലാക്കി എക്സസൈസ് തെറപ്പി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നടുവ് ബലപ്പെടുത്തുന്നതാണ്. ചില സമയങ്ങളിൽ വേദന അസഹനീയമാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കാം. എപ്പോഴും എല്ലാ മരുന്നും താൽക്കാലിക ആശ്വാസം മാത്രമേ തരുള്ളൂ. ഒരു ലോങ് ടേം കെയർ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഡയഗ്നോസിലാണ്. അത് എത്തിച്ചിരിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദയവ് ചെയ്ത് എല്ലാ നടുവേദനയ്ക്കും ബെൽറ്റ് ഉപയോഗിക്കരുത്. അത് നമുക്ക് ലോങ് ടേം ആയിട്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. എപ്പോഴാണ് നടുവേദനയ്ക്ക് എക്സ്റേ എടുക്കേണ്ടത്? എപ്പോഴാണ് നടുവേദനയ്ക്ക് MRI എടുക്കേണ്ടത്? ഇതും സാധാരണമായിട്ടൊരു ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു ക്രോണിക് ബാക്കേക്ക് അല്ലെങ്കിൽ ഒരു 6 ആഴ്ച 3 മാസം നിലനിൽക്കുന്ന നടുവേദന, ആ സമയത്ത് മാത്രമേ ഒരു എക്സ്റേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുക, പനി വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻസർ തെറപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ വാതത്തിന് മരുന്ന് കഴിക്കുന്നു, അങ്ങനെയുള്ള ആർക്കൊക്കെ നടുവേദന വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ എക്സ്റേ എടുക്കണം. സ്കാൻ ചെയ്യേണ്ട നിർബന്ധമായിട്ട് ആവശ്യങ്ങൾ ഇതിൻ്റെ കൂടെ തളർച്ച സംഭവിക്കുക, പനി വരിക, അല്ലെങ്കിൽ നടുവിന് ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതായിട്ട് തോന്നുക, മലമൂത്രം തടസ്സം ഉണ്ടാകുക, അല്ലെങ്കിൽ റെസ്റ്റ് പെയിൻ, രാത്രി പെയിൻ കൊണ്ട് എണീക്കേണ്ടി വരിക. ഇതൊക്കെ ചെറിയ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ ഡേഞ്ചർ സൈൻസ് ആണ്. ഇത് ചിലപ്പോൾ ചില സമയത്ത് ഇത് ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ കൊണ്ടോ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വേദനയും പെരുപ്പും അല്ലാതെ വേറെ ഒന്നും നമുക്ക് സിംറ്റംസ് കാണത്തില്ല. അത് നേരത്തെ കണ്ടുപിടിക്കാനായി നമുക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്.